എഴുത്തുകാരനായ എലിസൺ ഒസാൾട്ട് പെൻസിൽവാനിയയിലെ പട്ടണത്തിൽ തന്റെ പുതിയ പുസ്തകം എഴുതുവാൻ ഭാര്യ ട്രീസയും മക്കളായ ട്രെവർ, ആഷ്ലി എന്നിവരോടൊപ്പം പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നു. തന്റെ ആദ്യ രചന വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കൃതികൾ പരാജയപ്പെട്ടു. ഇത് കുടുംബത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി. പിന്നീട് എപ്പോഴോ ആണ് അദ്ദേഹം ആ സത്യം മനസ്സിലാക്കുന്നത്. തങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ മുൻപ് ഒരു കുടുംബത്തിലെ 4 പേർ തൂങ്ങി മരിച്ചുവെന്ന്. പിന്നീട് എലിസണും കുടുംബത്തിനും ഈ വീട്ടിൽ നേരിടേണ്ടി വരുന്ന ഭീതിജനകമായ സംഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. പറഞ്ഞു വന്നത് 2012 സ്കോട്ട് ഡെർക്സന്റെ സംവിധാനത്തിലിറങ്ങിയ അമാനുഷികമായ സിൻസ്റ്ററിനെ കുറിച്ചാണ്. അസ്വസ്ഥതകൾ ഉളവാക്കുന്ന ദൃശ്യങ്ങളും പശ്ചാത്തല സംഗീതവും കൊണ്ട് പ്രേക്ഷകരെ ഭീതിയുടെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭീകരത നിറഞ്ഞ ചിത്രം എന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ആദ്യമായി വിലയിരുത്തപ്പെട്ട സിനിമ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം. ഈതൻ ഹോക്ക്, ജൂലിയറ്റ് റെയ്ൻലാൻഡ്, ഫ്രെഡ് തോംസൺ, ജെയിംസൺ റാൻസൺ, ക്ലെയർ ഫോളി, മൈക്കൽ ഹാൾഡി അഡാരിയോ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. 2002 പുറത്തിറങ്ങിയ ദ റിംഗ് എന്ന ചിത്രം കണ്ടതിനു ശേഷം താനൊരു ഭീകര സ്വപ്നം തുടർച്ചയായി കാണുമായിരുന്നുവെന്നും ആ സ്വപ്നമാണ് സിൻസ്റ്ററിന് പ്രചോദനമായതുവെന്നും തിരക്കഥാകൃത്ത് റോബർട്ട് കാർഗിൽ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ചിത്രത്തിനായി ഒരു വില്ലനെ സൃഷ്ടിക്കുന്നതിൽ കാർഗിൽ ബോഗിമാനെ മിസ്റ്റർ ഗൂഗി എന്ന് വിളിക്കുന്ന ഒരു പുതിയ ആശയത്തെ രൂപപ്പെടുത്തി. കാർഗിലിന്റെ ആശയം ഈ ജീവി കുട്ടികളെ ഭയപ്പെടുത്തുന്നതും വശീകരിക്കുന്നതുമാണ്. അങ്ങനെ ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബുഗൂൾ എന്ന വിചിത്ര രൂപിയായ കഥാപാത്രത്തിന് മിത്തിക്കൽ കഥാപാത്രമായ മിസ്റ്റർ ബോഗിയുടെ സവിശേഷതകൾ നൽകുന്നത്. 2011 ചിത്രീകരണം തുടങ്ങിയ ചിത്രം 2012 തിയേറ്ററുകളിലെത്തുന്നത്. ഇനി ചിത്രം എങ്ങനെ ലോകത്തെ ഭീകരമാർന്ന ചിത്രം എന്ന വിശേഷണത്തിൽ എത്തിയെന്ന് നോക്കാം. 2020 ബ്രോഡ്ബാൻഡ് ചോയ്സ് ഒരു പഠനം നടത്തി. അന്നേ വരെ നിർമ്മിക്കപ്പെട്ട ചിത്രത്തിൽ ഏറ്റവും ഭീകരത നിറഞ്ഞ ചിത്രം കണ്ടെത്തുകയായിരുന്നു എന്നതാണ് പഠനത്തിന്റെ ഉദ്ദേശം. IMDb, റോട്ടൻ ടൊമാറ്റോസ്, റെഡിറ്റ് തുടങ്ങിയ സൈറ്റുകളിലെ സ്വീകരണത്തെ അടിസ്ഥാനമാക്കി ഇതുവരെ സൃഷ്ടിച്ചതിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച 50 ഹൊറർ സിനിമകൾ പഠന സാമ്പിളായി തെരഞ്ഞെടുത്തു. തുടർന്ന് സാമ്പിൾ ഫിലിമുകൾ കാണുമ്പോൾ പഠനത്തിൽ പങ്കെടുക്കുന്നവരുടെ ഹൃദയമിടിപ്പളന്നു. പഠനത്തിൽ പങ്കെടുത്തവരുടെ ശരാശരി വിശ്രമിക്കുന്ന ഹൃദയമിടിപ്പ് മിനിറ്റിൽ 65 സ്പന്ദനങ്ങളായിരുന്നു. എന്നാൽ സിനിമ കാണുമ്പോൾ ശരാശരി 86 BPM-ലേക്ക് കുതിച്ചു. അതായത് 32% വർധനവ്. സാമ്പിൾ ചെയ്ത എല്ലാ സിനിമകളിലും ഏറ്റവും ഉയർന്നതും ഇതായിരുന്നു. 2013 സിൻസ്റ്ററിന് ഒരു തുടർഭാഗം ഉണ്ടാകുമെന്ന് അതിന്റെ സംവിധായകനും രചയിതാവും പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇതേക്കുറിച്ച് വാർത്തകളൊന്നും കേട്ടില്ല. എന്തായാലും ചിത്രത്തിന് ഒരു 2ാം ഭാഗം വരികയാണെങ്കിൽ അത് ഒരു തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.